എ സുരേഷ് മലമ്പുഴയിൽ UDF സ്വതന്ത്രനാകും. സതീശന്റെ ജാഥയിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്രയിലേക്ക് സുരേഷിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച യാത്ര മലമ്പുഴയിലെത്തും. ഈ ഘട്ടത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ജാഥയിലേക്ക് UDF നേതാക്കൾ ക്ഷണിച്ചിട്ടുള്ളതായി സുരേഷ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ പങ്കെടുക്കണോ എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് സുരേഷുമായി UDF നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ എന്തുകൊണ്ട് CPM തിരിച്ചെടുക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. 1965 നിലവിൽ വന്ന മലമ്പുഴ മണ്ഡലത്തിൽ നാളിതുവരെ CPM മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദനും EK നായനാരും T ശിവദാസ മേനോനും ഉൾപ്പെടെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ പലതവണ പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. A പ്രഭാകരനാണ് സിറ്റിംഗ് MLA. UDF കഴിഞ്ഞ 2 തവണയായി BJPക്കും പിന്നിൽ മൂന്നാമതായി പോയ സീറ്റാണ് മലമ്പുഴയെന്ന് ഓർക്കുക. VSന്റെ വിശ്വസ്ത അനുയായിയായിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ എന്തെങ്കിലും രീതിയിൽ ചലനമുണ്ടാക്കാനാകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. CPMന്റെ ചുവപ്പുകോട്ടയിൽ സുരേഷിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നത് മണ്ഡലത്തിന് കൂടുതൽ രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നും UDF പ്രതീക്ഷിക്കുകയാണ്. എന്തുതന്നെയായാലും മലമ്പുഴ മണ്ഡലം നോക്കിക്കാണേണ്ട ഒരു മത്സരമായി മാറും. BJPയിൽ നിന്നും C കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കുക. ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത മലമ്പുഴ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുതന്നെയായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ ചൂടാകുമെന്ന് ഉറപ്പ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.